ഹായ് ഫ്രണ്ട്സ്, UKG ആനുവൽ എക്സാമിൻ്റെ ഒരു മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്തു നോക്കാം. മാത്സിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക. 4 മാർക്കാണ്. ലെഫ്റ്റ് സൈഡിൽ പങ്ക, കണ്ണ്, മാൻ, വണ്ട് എന്നിവ തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ അതിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള പിക്ചറിലേക്ക് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് നോക്കാം പങ്ക. ഇതിൽ ചിത്രങ്ങൾ നോക്കാം. മാൻ്റെ ചിത്രം തന്നിട്ടുണ്ട്, വണ്ടിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്, കണ്ണിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്, പങ്കയുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇത് ഫാനാണ്. നമുക്കറിയാം ഇതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് പങ്ക. പങ്ക നമ്മൾ ആ കറക്റ്റ് ചിത്രത്തിലേക്ക് നമ്മൾ വരച്ച് യോജിപ്പിക്കണം. അടുത്തതാണ് കണ്ണ്. കണ്ണിൻ്റെ പിക്ചർ ഏതാണ്? ഇതാണ്. ഇതിലേക്ക് നമ്മൾ വരച്ച് യോജിപ്പിക്കണം. നെക്സ്റ്റ് ചിത്രം മാൻ്റെയാണ്. അപ്പം മാൻ്റെ ചിത്രത്തിലേക്ക് നമ്മളത് വരച്ച് ചേർക്കണം. അടുത്തത് വണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചിത്രം നോക്കി പേരെഴുതുക. 4 എണ്ണത്തിന് 3 മാർക്ക് വീതം 12 മാർക്കാണ്. 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിലാണ് ആ ചിത്രത്തിൻ്റെ പേര് എഴുതേണ്ടത്. ഫസ്റ്റ് ചിത്രം ഏതാണ്? തവള. അപ്പോൾ നമ്മൾ ഇവിടെ തവള എന്ന് എഴുതണം. തവള. നെക്സ്റ്റ് ചിത്രം ഏതാണ്? വല. അപ്പോൾ തന്നിരിക്കുന്ന ബോക്സിൽ വല എന്ന് എഴുതണം. മൂന്നാമത്തെ പിക്ചർ ഏതാണ്? മരം. നാലാമത്തെ പിക്ചർ ഏതാണ്? പറവ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചിത്രം നോക്കി ഏത് കാലത്തേതാണെന്ന് പറയുക. 2 മാർക്കാണ്. ഈ ചിത്രം ഒന്ന് നോക്കിയേ. ഇതിൽ മഞ്ഞൊക്കെ വീഴുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഏത് കാലമാണ്? മഞ്ഞുകാലം. മഞ്ഞുകാലമെന്ന് നമ്മൾ ഇവിടെ എഴുതണം. മഞ്ഞു കാലം. നാലാമത്തെ ക്വസ്റ്റ്യൻ ചിത്രം നോക്കി ബ്രാക്കറ്റിൽ നിന്നും അക്ഷരങ്ങൾ എടുത്ത് വാക്കുകൾ പൂർത്തിയാക്കുക. ബ്രാക്കറ്റിൽ ഫ, ദ, ഞ, ഴ എന്നിവ തന്നിട്ടുണ്ട്. 8 മാർക്കാണ് ഈ ക്വസ്റ്റ്യന്. 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ അതിൻ്റെ പേര് തന്നിട്ടുണ്ട്. വിട്ടുപോയെടുത്ത് നമ്മൾ ഈ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതണം. ഫസ്റ്റ് ചിത്രം നോക്കാം. ഇതെന്താണ്? ദീപം. അപ്പോൾ ഇവിടെ വിട്ടുപോയത് ഏതാണ്? ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് അല്ലേ? ധ. അപ്പോൾ ആ ധ നമ്മൾ ഇവിടെ എഴുതണം. ദീപം. ഇനി അടുത്ത് നോക്കാം. ഇതെന്താണ്? ഫലം. ബ്രാക്കറ്റിൽ നോക്കാം അല്ലേ? ഫ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആ ഫ ഇവിടെ എടുത്ത് എഴുതണം. നെക്സ്റ്റ് ചിത്രം നോക്കാം. എന്താണ്? വാഴ. ബ്രാക്കറ്റിൽ ഴ തന്നിട്ടുണ്ട്. നമ്മൾ ആ ഴ ഇവിടെ എടുത്ത് എഴുതണം. നെക്സ്റ്റ് ചിത്രം നോക്കാം. ഏതാണ്? നഖം. അപ്പോൾ ബ്രാക്കറ്റിൽ ഞാ തന്നിട്ടുണ്ട്. ഞാ നമ്മൾ ഇവിടെ എടുത്ത് എഴുതണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വിട്ടുപോയ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുക. 20 മാർക്കാണ്. കുട്ടികൾ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാനായിട്ട് കറക്റ്റായിട്ട് പഠിക്കണം. വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാൻ നോക്കാം. ധ, ധ. ഇവിടെ ഏതാണ് വിട്ടുപോയത്? ദ. ദീപത്തിൻ്റെ ധ. ഇവിടെ ധ. ഇവിടെ ഏതാണ് വിട്ടുപോയത്? നഖത്തിൻ്റെ ഞ. ഇതുപോലെ വിട്ടുപോയത് നമ്മൾ എഴുതണം. രണ്ടാമത് നോക്കാം. പ. പ കഴിഞ്ഞിട്ട് ഏതാണ് വിട്ടുപോയ അക്ഷരം? ഫ. ഫലം. ഫലത്തിൻ്റെ ഫ. ബ. പിന്നെ ഇവിടെ ഏതാണ് വിട്ടുപോയത്? ബ. ഭരണിയുടെ ബ.
ഇവിടെ യ. പിന്നെ ഏതാണ് വിട്ടുപോയത്? ര. രഥത്തിൻ്റെ ര. ഇവിടെ ഏതാണ് വിട്ടുപോയത്? ര കഴിഞ്ഞാൽ ല. വലയുടെ ല. ല വ. ഇവിടെ ഏതാണ് വിട്ടുപോയത്? ശ. ശലഭത്തിൻ്റെ ശ. ഇവിടെ വിട്ടുപോയത് ഷ. പിന്നെ ഏതാണ്? സ. സിംഹം എന്നെഴുതില്ലേ, അതിൻ്റെ സ. ഷ സ ഹ ല. വിട്ടുപോയത് ഏതാണ്? ല. തവള. തവളയുടെ ല. പിന്നെ ഏതാണ് ല കഴിഞ്ഞ? ര. വാഴ എന്നെഴുതില്ലേ, അതിൻ്റെ ര. ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത സബ്ജക്റ്റ് EVS ഇംഗ്ലീഷ്.